മുന്നോട്ട് ചെന്നിട്ടും ഇല്ല, കാണുന്നില്ല. അത് ഏറ്റെടുക്കാൻ എത്ര സ്ഥലത്തെയുള്ള ഞാൻ തന്നെ അത് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. കത്തും കൊടുത്തു അബ്ദുറഹ്മാൻ സലഫിക്ക്. താങ്കൾ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട്, ഞാനിതിന് ഒരുക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി ജാമിയത്തുൽ ഹിന്ദ് ഇസ്ലാമിയ ലെറ്റർപേഡിൽ എന്റെ കയ്യൊപ്പോടുകൂടി ഞാൻ കത്ത് കൊടുത്തിട്ട് മാസം 1 പിന്നിട്ടു. റമദാനിലാണ് ആ കത്ത് കൊടുത്തത്. പക്ഷേ പ്രതികരണമുണ്ടായില്ല. കത്ത് കിട്ടിയിട്ട് ആദ്യം പറഞ്ഞയച്ചു, കത്തിൽ മാന്യമല്ലാത്ത പ്രയോഗമുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പ്രതികരിക്കാൻ പ്രയാസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞയച്ചു. ശരി, എങ്കിൽ മാന്യമായ പ്രയോഗം എന്താണെങ്കിൽ ആ പ്രയോഗം എഴുതി കൊടുത്തേക്കൂ. അതേ പ്രയോഗത്തിൽ രണ്ടാമത്തെ കത്ത് ഞാൻ നൽകാം. നിങ്ങൾ നൽകുന്ന പ്രയോഗം എന്താണെങ്കിലും യഥാർത്ഥത്തിൽ പച്ച കള്ളമാണിത്. അള്ളാന്റെ പേരിൽ കളവ് പറയണവർക്ക് എൻ്റെ പേരിൽ കളവ് പറയാൻ മടിക്കുമോ? ഈ മുസ്ലിയാർ ഇന്ന് വരെ എനിക്ക് ഒരെഴുത്തും കൊടുത്തയച്ചിട്ടില്ല, മറിച്ച് ഞാൻ ഇയാളുടെ വെല്ലുവിളി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് സ്വീകരിച്ചു. അയാൾ ആ വെല്ലുവിളി സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ ഏപ്രിൽ 28-ാം തീയതിയാണ് കടപ്പുറത്ത് വെച്ച് ഇത് ദുർവ്യാഖ്യാനമാണ്, ഞാൻ ഫൈസൽ മുസ്ലിയാരെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വെല്ലുവിളിച്ചത് കടപ്പുറത്താണ്. എൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇനി വലിയോലും ചെറിയോലൊന്നും വരാൻ നിൽക്കണ്ട. PN അബ്ദുൽ ലത്തീഫ് മദനി, ഹുസൈൻ സലഫി, സക്കരിയ സലാഹി, ഫൈസൽ മുസ്ലിയാർ, ഈ 4 ആളുകൾ ഒരുമിച്ചോ അതിൽ ഓരോരുത്തരായോ എങ്ങനെ വന്നാലും ഞാൻ തയ്യാറാണ്. മെയ് 5-ാം തീയതിക്കകം ഒരു മറുപടി നൽകണം. മെയ് 5 പോയി, 10 പോയി, മെയ് മാസം മുഴുവൻ കഴിഞ്ഞ് ഏപ്രിൽ കഴിഞ്ഞ് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. പിന്നെ അതിൻ്റെ ശേഷം വെല്ലുവിളി ഇയാൾ ബൈലക്സിൽ ഇരുന്നിട്ട്, ഇതിനിടയ്ക്ക് ആൾക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. അതൊക്കെ ഏത് മനുഷ്യനും സംഭവിക്കുന്നതാണ്, അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ സത്യത്തിൽ ഇന്ന് ഇവിടെ വരാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇന്നലെ രാത്രി 12 മണിക്ക് എൻ്റെ 2 സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ 2 പേരും താങ്ങിയെടുത്ത് എന്നെ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഒരു 2 മണിക്കൂർ കിടത്തി അവിടുന്ന് തിരിച്ചു വന്ന് ഞാൻ ഇന്ന് ഉച്ചവരെ വളരെ വിഷമത്തിൽ നിൽക്കുന്ന ആളാണ്. അതിൻ്റെ ശേഷം ആശ്വാസമായി ഞാനിവിടെ വന്ന് ഇത്രയും സമയം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. മനുഷ്യൻ്റെ അവസ്ഥയൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇയാൾക്കൊരു ആക്സിഡൻ്റ് ആയി വാരിയല് പൊട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അത് ആ കാര്യത്തെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇയാളെ സംസാരം കേട്ടാൽ വാരിയലിനല്ല കേട്, അതിൻ്റെ ഉള്ളിലുള്ളീനാ കേട് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം എന്താണെങ്കിലും ശരി, ഇങ്ങനെ പച്ച കള്ളം പറയുക. ജാമിയത്തുൽ ഹിന്ദിൻ്റെ ലെറ്റർ പേഡിൽ അയാൾ എനിക്ക് കത്തെഴുതിയിട്ടില്ല. നേരെ മറിച്ച് കോഴിക്കോട് എരഞ്ഞിക്കൽ അബ്ദുൽ ഖാദിർ ഹാജിയുടെ മകനും അതേ അളിയനും കൂടി എന്ന് പറഞ്ഞാൽ മരുമകനും കൂടി ഒരു സംഭാഷണം. അതിൽ അബ്ദുൽ ഖാദിർ ഹാജിയുടെ മകൻ പറഞ്ഞു, ഫൈസൽ മുസ്ലിയാരെ നിങ്ങൾ കൊണ്ടുവരിക, സക്കരിയ സലാഹിയെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അബ്ദുറഹ്മാൻ സലഫിയെ ഞാൻ കൊണ്ടുവരാം എന്ന്. അപ്പൊ ശരി, സക്കരിയ സലാഹിനെ ഞാൻ കൊണ്ടുവരാം എന്ന് നൗഷാദ് എന്ന അബ്ദുൽ ഖാദിർ ഹാജിയുടെ മരുമകനോട് അദ്ദേഹത്തിൻ്റെ മകൻ അളിയന്മാർ തമ്മിലുള്ള സംസാരത്തിൽ പറഞ്ഞു. പിന്നെ ഖാദറാജിൻ്റെ മകൻ എന്നെ വിളിച്ചു, ഖാദറാജിൻ വിളിച്ചു. ഓൻ പറഞ്ഞു പോയില്ലേ, എന്നാ ശരി എന്ന് പറഞ്ഞിട്ട്, കാരണം ഞാൻ പല 2 ആളെ പോലെയല്ല, ഞാൻ സംഘടനയുടെ ഉത്തരവാദപ്പെട്ടൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്നാണ് മൂളാൻ കഴിയില്ല, മൂളാൻ പറ്റുള്ളൂ. ആ നിലക്ക് സമ്മതിച്ചു പോയെങ്കിൽ ഞാൻ ശരി തയ്യാറാണ് എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ശേഷം വരുന്ന കത്ത് എനിക്കല്ല കത്ത്, നേരെ മറിച്ച് ഒരു റഫ് എഴുതിയതാണ്. ഇതിൽ മാറ്റെന്തെങ്കിലും വേണമെങ്കിൽ എഴുതി കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നൗഷാദിൻ്റെ അളിയൻ സാഹിറിന് കാണിച്ചു കൊടുത്ത കത്താണ്. ആ കത്തിൻ്റെ ഒരു ഫോട്ടോ കോപ്പി സാഹിർ എനിക്ക് കാണിച്ചു തന്നു. അല്ലാതെ എനിക്ക് ഫൈസൽ മുസ്ലിയാരെ കത്തും കിട്ടിയിട്ടില്ല. ഇനി ഫൈസൽ മുസ്ലിയാർ പറയും, കണ്ടോ എനിക്ക് കിട്ടിയിട്ടില്ല, അപ്പൊ എനിക്ക് കാണിച്ചു തന്നു എന്ന് പറഞ്ഞില്ലേ എന്നാ. കാണിച്ചു തന്നതിന്റെ കോലം ഞാൻ പറഞ്ഞുതരാം. മുഴുവൻ കംപ്ലീറ്റ് എടുക്കൂലല്ലോ, അതാണല്ലോ നിങ്ങൾക്കുള്ള കുഴപ്പം. ഈ കത്തില് ഇത് ഔദ്യോഗികമായിട്ടുള്ള കത്തല്ല, അത് രണ്ടാമത് എഴുതി തരും എന്ന. കാരണം മുസ്ലിയാരെ എല്ലാ സ്വഭാവവും ഈ കത്തിലുണ്ട്. അതിലുള്ളത്
ഫൈസൽ മുസ്ലിയാരിയായിട്ടുള്ള സംവാദത്തിന്റെ കാര്യമാണ്. ഇവർ തമ്മിലുള്ള സംഭാഷണം എന്താ? സക്കരിയ സ്വലാഹി ഞാനും തമ്മിലൊരു സംവാദം നടത്താനാണ്. അപ്പം ഞാൻ ചോദിച്ചു സാഹിറിനോട്, സാഹിർ ഇയ്യും അളിയൻ നൗഷാദും തമ്മിൽ സംസാരിച്ചത് എന്താ? അത് പിന്നെ നിങ്ങളും സക്കരിയ സ്വലാഹിയും തമ്മിലാണ്. ഈ കത്തിലുള്ളതോ? അത് ഫൈസൽ മുസ്ലിയാരായിട്ടുള്ളതാണ്. അപ്പം ഈ അളിയനോട് പറയും, നമ്മൾ തമ്മിലുള്ള സംഭാഷണം ഇങ്ങനെയാണല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കത്ത് തരേണ്ടത്, അല്ലാതെ ഇത് മാന്യമായ പരിപാടിയല്ല എന്ന് മോലിയർക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മോലിയർ അങ്ങനെ തന്നെ പറയുന്നത്. മാന്യമായ പരിപാടിയല്ലല്ലോ ഇത്. അപ്പൊ ഇതിന് മുസ്ലിയാർ സാഹിറിനോട്, സാഹിറിന്റെ അളിയൻ നൗഷാദ് പറഞ്ഞ മറുപടി, ഞങ്ങളെ സംഘടനന്റെ തീരുമാനം സംവാദമൊക്കെ ഫൈസൽ മുസ്ലിയാർ നടത്തിയാൽ മതി, പിന്നെ സക്കരിയ സ്വലാഹിനേക്കാൾ സംവാദം നടത്താൻ നല്ലത് ഫൈസൽ മുസ്ലിയാരാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാരായിട്ടാണ് സംവാദം നടത്തേണ്ടതെന്ന് സംഘടനന്റെ തീരുമാനമാണ്. ഏതാണ് ഈ സംഘടന എന്നാവോ? അത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്നെ ഫൈസൽ മുസ്ലിയാർ എനിക്കൊരു കത്തും കൊടുത്തയച്ചിട്ടില്ല. നേരെ മറിച്ച് ഒരു റഫ് എഴുതിയത്, അതും കള്ളത്തരാണ്. ഇവിടെ ഉള്ളത് ഞാനും സക്കരിയും തമ്മിൽ എന്നാണ്, അളിയനും തമ്മിലുള്ള സംഭാഷണം. ഇതൊക്കെ പരസ്യമായി ജനങ്ങളോട് പറയേണ്ടി വരിക, സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണിത്.